ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു റൈസ് റെസിപ്പിയാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ റൈസാണ് ഇന്ന് കാണിക്കുന്നത്. നമുക്ക് ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു റൈസ് റെസിപ്പിയാണ്. ഫസ്റ്റ് ഒരു പ്രഷർ കുക്കർ ചൂടാക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിലിന് പകരം ഗീയും ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ആഡ് ചെയ്യാം. നന്നായി വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വരുന്നത് വരെ വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ബീൻസും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാളയുടെ കളറൊന്ന് മാറി വരുമ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് പച്ചമുളകാണ് ആഡ് ചെയ്യുന്നത്. ഞാനൊരു 4 പച്ചമുളക് ചതച്ചത് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് കൂടി ആഡ് ചെയ്യാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കനാണ് ആഡ് ചെയ്യുന്നത്. ഞാനൊരു 150 ഗ്രാം ചിക്കൻ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. തക്കാളിയും ചിക്കനും വെന്തിട്ടുണ്ട്. ചിക്കൻ ഒരു ഹാഫ് കുക്കായാൽ മതിയാവും. ഇനി ഇതിലേക്ക് കഴുകി സോക്ക് ചെയ്ത് വെച്ചിരുന്ന ബസ്മതി റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ബസ്മതി റൈസാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ആഡ് ചെയ്യാം. അല്പം മല്ലിയില കൂടി ആഡ് ചെയ്യാം. ഒന്നേ 1/4 കപ്പ് വെള്ളം, തിളച്ച വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു വിസിൽ വരണ വരെ കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കനും നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് ഇനി സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ്.